കോൽക്കളി പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായോ? എൻ്റെ അച്ഛൻ ഒരു അറിയപ്പെടുന്ന കോൽക്കളി കലാകാരനാണ്. അപ്പം അച്ഛൻ്റെ താവൈകൾ പിന്തുടർന്നുകൊണ്ട് അതിൻ്റെ ഉള്ള എല്ലാവരും കഴിവും 100% എനിക്ക് കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിപ്പം വടകര താലൂക്കിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് സ്ഥലത്ത് കോൽക്കളി പരിശീലനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കോൽക്കളിയിൽ, ഈ നാടൻ കോൽക്കളിയിൽ ഇപ്പം വട്ടക്കളി, നരവരൻ ചുവട്, തന്നരച്ചിട്ട്, 3 കോലി, 5 കോലി, 7 കോലി, ഏകടി, പേശലി, മായാമാനുഷ, ഇത്തറൻ രാജ, വലിഞ്ഞു കോലി, അങ്ങനെ തുടങ്ങിയിട്ട് 16 അടക്കം കോൽക്കളി ഉണ്ട്, നാടൻ കോൽക്കളി. അതിന് പുറമെ പിന്നെ 12 അടക്കം തച്ചോളിക്കളിയും. ഇതെല്ലാം തന്നെ നമുക്ക് താവയായിട്ട് കിട്ടിയ ഒരു അനുഗ്രഹം കൊണ്ട് നമ്മൾ ഫുൾ. ഇതിലൊരു പ്രത്യേക കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഏതൊരു ഗായകനായാലും പാട്ട് രചിച്ച ആളാണെങ്കിൽ ഓലിക്ക് നോക്കാണ്ട് പാടാൻ പറ്റൂല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൽക്കളിക്ക് നോക്കിയിട്ട് പാടാൻ പറ്റൂല. നമ്മളെ മനസ്സിലിൻ്റെ സേവാക്കി വെച്ച, ബൈഹാർട്ടാക്കി വെച്ച ആ പാട്ടുകൾ പഠിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾക്ക് അന്നേരം ഉപയോഗിക്കുകയാണ് ചെയ്യുക പതിവ്. ഇപ്പം ഞങ്ങളിവിടെ ഈ ചങ്ങാതിക്കൂട്ടത്തിന് വേണ്ടിയിട്ട് ഇപ്പം ഇവിടെ കോൽക്കളി അവതരിപ്പിക്കുകയും നല്ല രീതിയിൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ കളികളും ഞാൻ ഇപ്പോൾ ഈ ചങ്ങാതിക്കൂട്ടത്തിന് വേണ്ടിയിട്ട് പരിശീലിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇത് ചെറുപ്പം മുതലേ തുടങ്ങിയിട്ടുണ്ട്? എത്ര വയസ്സിൽ തുടങ്ങിയിട്ടുണ്ട് ഇത്? അതായത് എൻ്റെ അച്ഛനൊരു കോൽക്കളി ഗുരുക്കളായതുകൊണ്ട് നന്നക്കാലത്ത് തന്നെ 10ാം ക്ലാസ് വിട്ട ഉടനെ തന്നെ ഞാൻ എൻ്റെ ഒരു, അതായത് താവൈ എന്നുള്ളൊരു വാക്കുണ്ടല്ലോ, അച്ഛനൊരു കോൽക്കളി ഗുരുക്കളും എല്ലാം ആയതുകൊണ്ട് എൻ്റെ അച്ഛൻ മൺമറിഞ്ഞിട്ട് ഇപ്പം 2 വർഷത്തോളമായി. പക്ഷെ എങ്കിലും അച്ഛൻ്റെ ആ താവൈകൾ ഞാനിപ്പം ഏത് പാട്ട് ഓഡിയൻസ് അല്ലെ കോൽക്കളി കലാകാരന്മാർ ചോദിച്ചാലും പറഞ്ഞു കൊടുക്കുവാനും പാടുവാനുള്ളൊരു കഴിവ് എനിക്ക് അച്ഛനിൽ നിന്ന് എനിക്ക് ഉണ്ടായിട്ടുണ്ട്, പകർന്നു കിട്ടിയിട്ടുണ്ട്. എന്നെ കോൽക്കളി പഠിപ്പിച്ചത് എൻ്റെ സുഹൃത്തായ എൻ്റെ ജയൻ ഗുരുക്കള അച്ഛൻ കാൽപ്പൻ ഗുരുക്കളും, വെള്ളൂരുള്ള എൻ്റെ സുഹൃത്തായ വാസു ഗുരുക്കളുടെ അച്ഛൻ, പിന്നെ കുഞ്ഞക്കൻ ഗുരുക്കളും, വെള്ളൂരിൽ തന്നെയുള്ള ഒരു കണാരൻ ഗുരുക്കളും എൻ്റെ അച്ഛനും. ഞങ്ങൾ ചെറുപ്പം മുതലേ പിന്നെ ഈ കോൽക്കളി പഠിക്കാൻ വേണ്ടിയിട്ടും പുറമേ തന്നെയുള്ള പറപ്പട്ടോടി പാലത്തിൻ്റെ അടുത്ത് എൻ്റെ പിന്നിലുള്ള ഒരു കളരിയിൽ കളിയിട്ട അവസരത്തിൽ ഞാനും അവിടെ പഠിക്കാൻ പോയിട്ടുണ്ട്. അപ്പം അന്ന് ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇതെല്ലാം എങ്ങനെയാണ് പഠിക്കുക എന്നുള്ളത്. പക്ഷെ നമുക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നേടാൻ പറ്റാത്തതായ ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെയാണ് അത് ഞാൻ അവിടുന്ന് കോൽക്കളി പഠിച്ച്. പിന്നെ ഞങ്ങൾ കോൽക്കളി എൻ്റെ ശരിക്കും രക്തത്തിൽ അലിഞ്ഞു പോയിട്ടുണ്ട്. എവിടെ കോൽക്കളി ഉണ്ടെങ്കിലും അവിടെ ഞാൻ എങ്ങനെയെങ്കിലും എത്തും. അത് എന്നെ ക്ഷണിക്കൊന്നും വേണ്ട, കോൽക്കളി സ്ഥലത്ത് ഞാൻ എത്താറുണ്ട്. ഇപ്പോൾ തന്നെ എനിക്ക് ഞാനൊരു സ്ഥാപനം നടത്തുന്ന ആളാണ്. അതുമാത്രമല്ല ഞാനൊരു സർക്കാർ ജോലിക്കാരനാണ്. ഞാനിപ്പോൾ കനറ ബാങ്ക് ചോറോട് ബ്രാഞ്ചിലുള്ള ഒരു സ്റ്റാഫാണ്. പക്ഷെ എങ്കിലും ഞാൻ ഈ കോൽക്കളി എന്ന് വെച്ചാൽ എൻ്റെ ബ്ലഡിൽ കംപ്ലീറ്റ് കോൽക്കളിയാണ്. എവിടെ കോൽക്കളി ഉണ്ടെങ്കിലും മാത്രമല്ല ഉറക്കത്ത് വരെ എണീച്ച് പോയൊരവസരം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കുറേ സുഹൃത്തുക്കൾ, ഞാൻ നേരത്തെ പറഞ്ഞ ജയൻ ഗുരുക്കൾ ഉൾപ്പെടെ, ഒരു ദിവസം ഞാൻ എൻ്റെ ചേട്ടിൽ 12 മണിയാകുമ്പോൾ ചേട്ടിലിങ്ങനെ എഴുത്താളത്തിൻ്റെ ശബ്ദം കേട്ട അവസരത്തിൽ എൻ്റെ അടുത്തൊരു ബൈക്കുണ്ട്. ആ ബൈക്ക് കൊടുത്ത് ഞാൻ എഴുത്താള വരയിൽ വെച്ചിട്ട് ഞാൻ ആ കളി നടക്കുന്ന സ്ഥലത്ത്, എവിടെയാണെന്നും അറിയില്ല, ശബ്ദം കേട്ട സ്ഥലത്ത് ഞാൻ ഓടിച്ചെന്ന് നോക്കുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ഒരു തൽക്കാലം തട്ടിക്കുട്ടിയാണ്. അപ്പം ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ കളി കാര്യമായി. അപ്പോൾ കളി കാര്യമായി ഞാൻ ചെന്നേരെ ഒരു വീട്ടിലുള്ള സ്ഥലത്താണ് ഞങ്ങൾ പോയത്. അപ്പം അത്ര പോലും ബ്ലഡിൽ അലിഞ്ഞു ചേർന്ന് പോയി കോൽക്കളി. നിങ്ങളിപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരുപാട് ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? വടകര താലൂക്കിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ കളരികളിൽ ഞാനും എൻ്റെ അച്ഛനും കോൽക്കളി പരിശീലനം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ അച്ഛൻ പഠിപ്പിക്കുന്ന സ്ഥലത്ത് പോലും ഞാനവിടെ ചെല്ലും. അപ്പം ഒരു ഈ താവൈ, അതായത് ജന്മവാസന, അച്ഛന്മാരുടെ
കാലടികൾ പിന്തുടരുക. അപ്പം അത് അങ്ങനെ പിന്തുടരുമ്പോൾ നമുക്ക് എന്തോ നമ്മൾ അറിയാതെ ഒരു ദൈവിക ചൈതന്യം നമ്മളിൽ ഉണ്ടാവും. ഇപ്പം പാട്ടുകളെല്ലാം എത്രയോ പാട്ടുകൾ 10-60 വരികളുള്ള പാട്ടുകളെല്ലാം നമ്മൾ ബൈഹാർട്ടാണ്. ഇപ്പം ഒരു കളിയുള്ള സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഇന്നേ പാട്ട് പാടുമോ എന്ന് ചോദിച്ചാൽ ഞാൻ റെഡി ആയിരിക്കും. ഞാനത് പഠിച്ചിട്ടുണ്ട്. ആ പാട്ട് പഠിക്കുന്നതിൻ്റെ ഒരു രഹസ്യവും കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇപ്പം എനിക്കൊരു ബൈക്കുണ്ട്. ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഈ പാട്ടുകൾ എഴുതി എടുത്തിട്ട് ഞാനത് ബോണറ്റിൻ്റെ മുകളിൽ വെക്കും, പെട്രോൾ ടാങ്കിൻ്റെ മുമ്പിൽ. അപ്പം പോകുന്ന പോക്കിൽ ഓരോ നോട്ടം അതിൻ്റെ മുകളിൽ നോക്കൂ, വണ്ടി കറക്റ്റായി ഡ്രൈവും ചെയ്യും. അങ്ങനെ ഞാൻ 2-3 ദിവസം കൊണ്ട് ആരെന്ത് പാട്ട് തന്നു കഴിഞ്ഞാലും ഞാനത് ബൈഹാർട്ടാക്കാറുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും നിങ്ങളെ സമീപിക്കുകയാണെങ്കിൽ ഈ ജില്ലക്ക് പുറത്തുനിന്ന് സമീപിക്കുന്നെങ്കിൽ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? ജില്ലക്ക് പുറത്തു പോയിട്ട് പഠിപ്പിച്ചു പോകാനുള്ള ഞങ്ങൾ തയ്യാറാണ്. എനിക്ക് വേണ്ടിയിട്ട് ഈ കോൽക്കളി പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കുറച്ച് സുഹൃത്തുക്കളുണ്ട് കോൽക്കളിയായിട്ട് നല്ല പരിചയമുള്ള. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എന്നെ കളി പഠിപ്പിച്ച ജയൻ ഗുരുക്കളെ അച്ഛൻ കേൾപ്പം ഗുരുക്കൾ. ഇപ്പം ജയൻ ഗുരുക്കൾ ഞാൻ എപ്പം വിളിച്ചാലോ മൂപ്പർ വരും. അപ്പോൾ അങ്ങനെ സുദീപേ ഇവിടെ നിങ്ങളിപ്പോൾ ഈ വീഡിയോ ചിത്രീകരിക്കുന്ന ഈ ചങ്ങാതിക്കൂട്ടം കലാകാരന്മാരുടെ ഇവിടെ തന്നെ എന്നെ സുദീപ് എന്നറിഞ്ഞ വ്യക്തിയാണ് എന്നെ ഇവിടെ എത്തിച്ചത്. അപ്പം ഞങ്ങൾ വേറെ സ്ഥലത്ത് കോൽക്കളി പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് എഗ്രിമെൻറ്റിൽ എഴുതി നിൽക്കുന്ന അവസരത്തിലാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ ചങ്ങാതിക്കൂട്ടത്തിൽ വന്നത്. പക്ഷേ ഈ ചങ്ങാതിക്കൂട്ടത്തിൽ വന്ന് നോക്കുമ്പോൾ ഇപ്പം വടകര താലൂക്കിൻ്റെ ഒരുപാട് സ്ഥലങ്ങളിൽ കോൽക്കളി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഈ ചങ്ങാതിക്കൂട്ടത്തിൽ വന്ന് നോക്കുമ്പോൾ ഞാൻ ഇന്നിപ്പം അവർക്കും എനിക്കും ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു പാട്ടെല്ലാം ഇവിടെ പാടിയിട്ടുണ്ടെങ്കിലും വല്ലാത്തൊരു ഉൾഭയം എനിക്ക്. അവരെ ഇപ്പം ഇവിടെ വന്ന് ഇപ്പം ദിവസം വരുന്നല്ലേ, എനിക്കൊരു തൊഴിലുണ്ടെങ്കിലും ബാങ്കിൽ ജോലിയാണെങ്കിലും പുറമേ എനിക്ക് സ്ഥാപനങ്ങളിലുണ്ടെങ്കിലും ഞാൻ ബാങ്ക് നേരിട്ട് ഇവിടെയാണ് വരിക. അപ്പം ഇന്നിവിടെ നിർത്തിയല്ലോ, ഇവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കളി നിർത്തരുത്, ഒരാഴ്ചക്ക് നിങ്ങൾ വിളിച്ചാൽ ഞാൻ വരും, ഞാൻ സുദീപനും വരും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞു പോയതുകൊണ്ട് നല്ല വിഷമമുണ്ട് നിങ്ങൾക്ക് അല്ലേ? നല്ല വിഷമമൊന്നല്ല, ചെറിയ വിഷമമൊന്നുമല്ല, നന്നായിട്ട്. എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഒരു 2-2.5 മാസം കറക്റ്റ് ഇവിടെ വരുന്നുണ്ട്. ഞാനൊരു സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിവിടെ വരുന്നത്. ആർക്കെങ്കിലും കോൽക്കളി പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ചന്ദ്രാട്ടനായിട്ട് ബന്ധപ്പെടുക. നമ്പർ നമുക്ക് താഴെ കൊടുക്കുക അല്ലേ? നിങ്ങൾ എവിടെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉറക്കത്തെണീച്ച് പോയിട്ട് കളി കാണിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോൾ ഞങ്ങൾ നാടൻ കോൽക്കളിയാണേ. ഞാൻ പിന്നെ തച്ചോളിക്കളി, മാപ്പിളക്കളി, രായസം എല്ലാം പഠിച്ചൊരു വ്യക്തിയാണെങ്കിലും ഞങ്ങളിപ്പം സർവീസ് തുടരുന്നത് നാടൻ കോൽക്കളിയിലാണ്. നാടൻ കോൽക്കളിയിൽ 16 കളിയുണ്ട്. ശരിക്ക് 15 ഉള്ളൂ. ഞങ്ങളെ വകയിൽ ഒരു ഈ പൂർവികർ സൃഷ്ടിച്ച കളീൻ്റെ പുറമെ ഞാനൊരു കളി ഇവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ നിന്ന് കളിച്ചിട്ടുണ്ട്. അത് എൻ്റെ ഒരു വ്യക്തിത്വപരമായിട്ട് ഞാനത് സൃഷ്ടിച്ചതാണ്. അപ്പോൾ 16 കോൽക്കളി, അതിന് പുറമെ 12 തച്ചോളി കളി. ഈ 12 തച്ചോളി തന്നെ സാധാരണ രീതിയിൽ ഏത് കോൽക്കളി ഗുരുക്കന്മാരും കളി പഠിപ്പിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ കളി പഠിപ്പിച്ചതിന് ശേഷം സാധാരണഗതിയിലുള്ള 12 കളി പഠിപ്പിച്ചതിന് ശേഷം സ്പെഷ്യൽ ഫീ ആയിട്ടാണ് തച്ചോളി കളി പഠിപ്പിക്കുക. പക്ഷെ എൻ്റെ ഒരു ആത്മാർത്ഥതൻ്റെ ഭാഗമായിട്ട് ഞാനത് ഫീ നോക്കിയിട്ടല്ല ഞാൻ ഈ ചങ്ങാടിക്കൂട്ടത്തിനെ പഠിപ്പിച്ചത്. നമുക്ക് 12 കളി പഠിപ്പിച്ചതിൻ്റെ പുറമെ ഓരോ ദിവസവും കളി തുടങ്ങിയ മുതൽ തന്നെ തച്ചോളി കളി ഞാൻ പരിശീലനം കൊടുത്തിട്ടുണ്ട്. വളരെ സന്തോഷം. വീണ്ടും ഏതെങ്കിലും ഒരു വേദിയിൽ വെച്ചിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. കാരുണ്യ വാനത്താകത്ത് തിമിതേ
തിമിതൈ തിമിതൈ മിതൈ കാട്ടിൽ വാലിയ വേറും പാമ്പുണ്ട് ചെന്നായെ കൂട്ടം പുലികളുണ്ട് അങ്ങന്നൊരു പെണ്ണ് വരുന്നത് കണ്ടോ കണ്ടോ അങ്ങന്നൊരു പെണ്ണ് വരുന്നത് കണ്ടോ കണ്ടോ പാവാടയും നല്ല ധാവണിയും പാവാടയും നല്ല ധാവണിയും നേറ്റിനാല് കുരുവട്ടും കൊത്ത് ലേഡിസുമുണ്ട് വേഗിലൊരു പോരും കൂരയുമുണ്ട് നാടാന്ന് വരുന്നത് കണ്ടു നാടാന്ന് നടന്നിട്ടോള് ആലിരാമേ കുന്ന ഗോപാലേനോ ഓരം പോന്നോട് ചോദിക്കുന്നു പെണ്ണിന്റെ പേരെന്താണ് പേരില്ലാവോ വാല പൊട്ടത്തിന്ന